റഷ്യയുമായിട്ട് അടുത്ത ബന്ധമാണല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ പല രീതികളിലും പ്രതിരോധ രംഗത്ത് നമ്മൾ അവരുമായിട്ട് വലിയ കരാറുകളിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും സുഖോയ് 57 ഇന്ത്യയിലേക്ക് എത്തുകയാണ് എന്ന് വരുന്നുണ്ട് വാർത്തകളൊക്കെ. നമുക്ക് അമേരിക്കൻ പ്രോഡക്ട്സ് ഒന്നും വേണ്ട, തള്ളിക്കളഞ്ഞു നമ്മൾ എന്നുള്ളതാണ് വരുന്ന വാർത്ത. അത് അമേരിക്കയ്ക്ക് ദഹിക്കാൻ അത്ര കാര്യമില്ല. അമേരിക്കയ്ക്ക് ദഹിക്കാൻ വലിയ സാധ്യത കുറവാണ്. ഈ ബിറ്റർ പിൽ ടു സ്വോളോ എന്നാണ് അതിൻ്റെ കറക്റ്റ് പ്രയോഗം. ഏറ്റവും കയ്പുള്ള മരുന്ന്, കഴിക്കാൻ പ്രയാസമുള്ള മരുന്ന്. പക്ഷേ ആ മരുന്ന് കിട്ടുക, മരുന്ന് കൊടുക്കുക ഒരു അസുഖം മാറ്റാൻ വേണ്ടിയല്ല. അപ്പോൾ ട്രംപിൻ്റെ ഇപ്പോഴത്തെ അസുഖം മാറ്റാൻ ആ ഒരു കയ്പുള്ള മരുന്ന് കൊടുക്കുക അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. എന്തുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഈ സുഖോയ് 57 അതിൻ്റെ കൂടെ ഒരു വാല്യം കൂടിയുണ്ട്, ഇ എന്നുള്ളതാണ്. ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് വേരിയൻറ്റിനാണ് ആ ഇ ഉപയോഗിക്കുക. അതായത് റഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വിമാനം. രണ്ടും ഒന്ന് തന്നെ. റഷ്യ ഉപയോഗിക്കുന്ന സുഖോയ് 57, ഇന്ത്യക്ക് കിട്ടുന്ന 57E, അത്രേ ഉള്ളൂ. ഇനി എന്തുകൊണ്ട് ഈ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഈ വിമാനം വാങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇന്ത്യക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വിമാനം വേണം. ഈ അമേരിക്ക ഓഫർ ചെയ്യുന്ന മറ്റേ F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട വിമാനം വാങ്ങിയാൽ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് വന്ന് കിടന്നതാണല്ലോ. കിടന്നത് മാത്രമല്ല, പലയിടത്തും അതൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അമേരിക്കയുടെ വ്യോമസേനാ താവളത്തിൽ കുമ്പും കുത്തി വീഴുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അത് ഏതാണ്ട് 700 കോടിക്ക് മുകളിൽ വില വരുന്നൊരു വിമാനമാണ്. അപ്പോൾ അത്രയും പൈസ മുടക്കിയാൽ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും അത് ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നഷ്ടമല്ലേ. അതിൻ്റെ സർവീസ് കാലാവധി കഴിയുന്ന അങ്ങനെ തന്നെ പറയണമല്ലോ. 5 ഫ്രീ സർവീസ് ഉണ്ട്, അതിന് മുമ്പ് അതിൻ്റെ പരിപാടി തീരും. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല. അത് റിലയബിൾ അല്ല, അത് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് നമുക്ക് റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ ഉപയോഗിച്ച് നല്ല പഴക്കവും തഴക്കവും ഉള്ളവരാണ് ഇന്ത്യയിലെ വൈമാനികർ, ഇന്ത്യയിലെ വ്യോമസേനയിലുള്ളവർ. കാരണം നമ്മുടെ ഈ അടുത്ത് റിട്ടയർ ചെയ്ത മിഗ് വിമാനങ്ങൾ അത് റഷ്യൻ നിർമ്മിതം. 60 വർഷത്തോളം നമ്മൾ ആ വിമാനം ഉപയോഗിച്ചതിന് ശേഷം സ്ക്രാപ്പായിട്ട് കളയുകയാണ്, അല്ലേ. ഈ തുരുമ്പ് വിലയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, ഉപയോഗിച്ച് അതിൻ്റെ ചാറൂറ്റിയതാണ്. അപ്പോൾ അത്രയ്ക്ക് ഈ റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ അത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ്. ഈ അമേരിക്കൻ നിർമ്മിത ഈ വിമാനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എത്ര വർഷം ഉപയോഗിക്കും എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് അത് വ്യക്തമാണ്. അപ്പോൾ ഈ സുഖോയ് 57 അത് നമ്മൾ വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് 2018 തന്നെ റഷ്യ നമുക്കൊരു ഓഫർ തന്നിരുന്നു. നമുക്കൊരുമിച്ച് ഈ സുഖോയ് 57 നിർമ്മിക്കാം. പക്ഷേ ഇന്ത്യ ആ സമയത്ത് റഷ്യൻ ഓഫറിനോട് വലിയ താല്പര്യം കാണിച്ചില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആ പറയുന്ന രീതിയിൽ ഈ സാങ്കേതിക വിദ്യ കൈമാറ്റത്തെക്കുറിച്ച് അപ്പോൾ റഷ്യ മനസ്സ് തുറന്നിരുന്നില്ല. ഒരു വിമാനം തന്നാൽ മാത്രം പോരാ, അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റണം. അതിനും അങ്ങോട്ട് ആശ്രയിക്കാൻ പോയാൽ പണി കിട്ടും. ഇപ്പോൾ ഈ F-35 വേണ്ടെന്ന് വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. പക്ഷേ 2018 റഷ്യ അങ്ങനെ ഓഫർ ചെയ്തപ്പോൾ ഈ കാര്യത്തിലൊരു വ്യക്തതയില്ലായിരുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് അവർ പറഞ്ഞ വില നമുക്ക് സ്വീകാര്യമായിരുന്നില്ല. പിന്നെ ഇന്ത്യക്ക് വിശ്വസനീയമായ ഉറപ്പ്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് എന്ന തരത്തിൽ ഈ സുഖോയ് 57 കുറിച്ച് നമുക്ക് അന്ന് വലിയ ധാരണകളില്ലായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് 2018 നമ്മൾ ഈ റഷ്യൻ ഓഫറിൽ നിന്ന് പിന്നോക്കം പോയി. പക്ഷേ ഇപ്പോൾ നമുക്ക് 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ കിട്ടിയേ പറ്റൂ. കാരണം നമ്മുടെ തൊട്ടടുത്ത ശത്രു രാജ്യങ്ങളായ ചൈനയുടെ കയ്യിലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലും ഈ വിമാനങ്ങൾ കിട്ടാൻ പോവുകയാണ്. റഷ്യൻ നിർമ്മിതമല്ല, ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ തന്നെ. അപ്പോൾ ആ ഒരു സുരക്ഷാ ഭീഷണി അതിജീവിക്കണമെങ്കിൽ ഇന്ത്യക്കും സമാനമായ ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾ വേണം. അതുമാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയിലെ വിമാനങ്ങളുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്ന 71 കാലയളവുണ്ടല്ലോ, ആ അവസ്ഥയിനേക്കാൾ പരിതാപകരമാണ്. കാലം ഇത്ര പുരോഗമിച്ച അവസ്ഥയിൽ ഏതാണ്ട് 29 സ്ക്വാഡ്രണേ ഉള്ളൂ ഇന്ത്യൻ വ്യോമസേനയിൽ. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് വിമാനങ്ങൾ പുതിയ തലമുറയിൽ 5ാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ കൂടിയേ തീരും. അപ്പോൾ ഈ പറയുന്ന റഷ്യ ഇപ്പോൾ അവിടുത്തെ റഷ്യൻ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോപ്പറേഷൻ ഡയറക്ടർ, വലിയ പേര്, സ്ഥാനപ്പേര്, ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ പ്രതിരോധ മന്ത്രാലയം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലക്കാർ, അവിടുത്തെ ഓഫീസർ, അയാളുടെ പേര് ദിമിത്രി ഷുഗയേവ് എന്നാണ്. ഷുഗയേവ് അയാളിപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്ത്യയും റഷ്യയുമായിട്ട് ഈ 57E അതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഏർപ്പെടാൻ പോകുന്നു. വലിയ താമസമില്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരും. അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും അവിടുന്ന് നമുക്കൊരു 114 വിമാനങ്ങളാണ് വേണ്ടത്, തൊട്ടടുത്ത ഒരു ചരക്ക് വിമാനത്തിൽ കയറ്റി അതിങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ അതിനെക്കുറിച്ചല്ല ഇന്ത്യ ചിന്തിക്കുന്നത്. ഇന്ത്യ ചിന്തിക്കുന്നത്, ഇന്ത്യക്ക് നിലവിൽ റഷ്യൻ നിർമ്മിത സുഖോയ് തന്നെ 30, അതായത് ഇതിൻ്റെ
ആദ്യ തലമുറയിൽപ്പെട്ട വിമാനം, അതിൻ്റെ പുതിയ വെർഷനാണ് ഈ 5ാം തലമുറയിൽപ്പെട്ട. അത് നമ്മൾ റഷ്യയുമായിട്ട് സഹകരണത്തിൽ സാങ്കേതിക വിദ്യ കൈമാറ്റമടക്കം നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നാസിക്കിലെ ഗോഡൗണിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ആണ് ഈ സുഖോയ് 30 നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യൻ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമുക്ക് 5ാം തലമുറയിൽപ്പെട്ട വിമാനം ഉണ്ടാക്കാം. അപ്പോൾ റഷ്യ പല ഓഫറുകളും നമുക്ക് തരുന്നുണ്ട്. നമ്മളെ അതായത് ഈ കിട്ടിയ അവസരം മുതലാക്കാൻ റഷ്യ മിടുക്കരാണ്. അപ്പോൾ അവർ തന്നിരിക്കുന്ന ഓഫർ 100% ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് സാങ്കേതിക വിദ്യ കൈമാറ്റം പൂർണ്ണമായി തരാം. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ സ്വന്തം ആയുധങ്ങൾ ഈ വിമാനത്തിൽ ഉപയോഗിക്കാം. ഇന്ത്യ കുറേ മിസൈലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നേരത്തെ നമ്മുടെ റഫേൽ വിമാനം വാങ്ങിയപ്പോൾ ഈ ഒരു കടമ്പയുണ്ടായിരുന്നു, നമ്മുടെ ആയുധങ്ങൾ അതിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇത് സുഖോയ് 57 വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വന്തം മിസൈലുകൾ അതിൽ ഉപയോഗിക്കാം. പിന്നെ പൂർണ്ണമായും ഇത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ചിലവ് വളരെ കുറയും. ഒരു വിദേശ സാധനം ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ഏതാണ്ട് പകുതിയോളം മാത്രമേ നമ്മളത് ഇവിടെ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ചിലവ് വരുള്ളൂ. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ സ്വന്തമായി 5ാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. AMCA എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം, അല്ല എൻ്റെ ചുരുക്കപ്പേര്. ഈ പദ്ധതിക്ക് റഷ്യ സാങ്കേതികപരമായിട്ട് അല്ലെങ്കിൽ എന്ത് സഹായം വേണോ അതെല്ലാം ചെയ്തു തരാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കണ്ണുമഞ്ഞളിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യ ഈ പറയുന്ന വിമാനങ്ങൾ, റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു. ഇനി ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഷോർട്ട് ടൈം ലൈൻ ആയിരിക്കും. അതായത് നിലവിൽ ഇന്ത്യക്ക് വിമാനങ്ങളുടെ കുറവുണ്ട്. പാകിസ്ഥാന് ഈ ഡിസംബറിൽ 5ാം തലമുറ വിമാനങ്ങൾ ചൈന കൊടുക്കും. ചൈന 5ാം തലമുറയും കഴിഞ്ഞ് 6ാം തലമുറയിലേക്ക് പോകുന്നു. അപ്പം നിലവിൽ ഇപ്പോൾ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് എന്ന് കരുതുക, അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ ഇത്തിരി പരിങ്ങലിലാവും. കാര്യം അവരുടെ കയ്യിൽ ഇപ്പോൾ പുതിയ കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് വിമാനങ്ങളും റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും കയ്യിൽ ഇന്ത്യയെക്കാളും മികച്ച വിമാനങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ നില പരിങ്ങലിലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ സാധനം വേണം. റഷ്യ ആ കാര്യത്തിലും ഗ്യാരണ്ടി തരികയാണ്, നമ്മൾ പരിപാടി തുടങ്ങി എത്രയും പെട്ടെന്ന് ഈ വിമാനങ്ങൾ നിങ്ങളുടേതാകും എന്നുള്ള ഓഫറും തരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് തോന്നുന്നു ഇന്ത്യ റഷ്യ ബന്ധം വളരെ സുദൃഢമായത്. കാര്യം നമ്മൾ ഈ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ഇപ്പോൾ നമ്മുടെ സുഹൃത്താണെന്ന് നടിക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഒക്കെ പാകിസ്ഥാൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു വെല്ലുവിളി നേരിടാനായിട്ട് നമ്മുടെ ഒപ്പം നിന്ന ചരിത്രമുള്ള ഒരു രാഷ്ട്രമാണ് അന്നത്തെ സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ. അപ്പോൾ അത്തരത്തിൽ നിരവധിയായ യുദ്ധോപകരണങ്ങൾ നമ്മുടെ റഷ്യയിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ ഉള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ദിമിത്രി ഷുഗയേവ് എന്ന് പറയുന്നത്, അയാൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ ഈ വിമാനം 5ാം തലമുറയിൽപ്പെട്ട വിമാനം ഉണ്ടാക്കുന്ന പരിപാടിയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇന്ത്യ റഷ്യ സഹകരണം. നിലവിൽ ഇന്ത്യ റഷ്യൻ നിർമ്മിത S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫലപ്രാപ്തിയിൽ ഒരേ സമയം തന്നെ ഇന്ത്യയും റഷ്യയും തൃപ്തരാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ പരിഷ്കരണം, ഒരു പക്ഷേ ഈ S-400 ഇപ്പോൾ പൂർണ്ണമായും റഷ്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയാണ്. അതിൻ്റെ പുതിയ വെർഷൻസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ട്. അതുകൂടാതെ ഈ S-400ൻ്റെ അടുത്ത പതിപ്പായ S-500 എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതും ഇന്ത്യയുമായി സഹകരിച്ച് നിർമ്മിക്കാൻ, ഇന്ത്യയിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്താനും അവർ സന്നദ്ധരാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റഷ്യയെ സംബന്ധിച്ചിപ്പോൾ കാര്യം അത്ര പന്തിയല്ല. കാര്യം അവർ യുക്രൈനുമായിട്ട് നടക്കുന്ന സംഘർഷത്തിൻ്റെ പേരിൽ ആഗോള പ്രതിരോധത്തിലാണ്, ആഗോള ഉപരോധം നേരിടുന്ന ഒരു രാഷ്ട്രമാണ് റഷ്യ. പക്ഷേ ഈ സമയത്ത് ഇപ്പോൾ അമേരിക്കയെ വെറുപ്പിച്ചിട്ട് പോലും അവരോടൊപ്പം നിൽക്കുന്ന ഇന്ത്യയോട് റഷ്യക്ക് തീർത്താൽ തീരാത്ത കടപ്പാടും നന്ദിയുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചറിയേണ്ടത്. നമ്മളെ സംബന്ധിച്ച് അമേരിക്കൻ ഭീഷണി നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് റഷ്യയെ പോലൊരു കരുത്തൻ, ആയുധപരമായിട്ട് അതേപോലെ തന്നെ വിൽ പവർ കൊണ്ട് ലോകം കീഴടക്കാൻ ശേഷിയുള്ള ആളാണ് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പുടിൻ. അപ്പോൾ ഇവർ രണ്ടുപേരുമൊക്കെ നൽകുന്ന പിന്തുണ, അതിൽ തൽക്കാലം വിശ്വാസം അർപ്പിക്കുക എന്നുള്ള നിലപാടിലാണ് ഇന്ത്യ ഉള്ളത്. അപ്പോൾ വലിയ താമസമില്ലാണ്ട് സുഖോയ് 57 നമ്മുടെ ആകാശത്തുണ്ടാവും.